BSc Physics Main, Semester 4, Complementary Electronics, Lecture number 15, BSc Physics Main, Complementary Electronics. And today we see AND gate, NOT gate and XOR gate. AND gate, NOT gate and XOR gate. That is the topic of discussion today. The first one is AND gate. AND gate is simply shown in the figure. A and B are two inputs and Y is output. The Boolean equation is A into B is equal to Y. A into B is equal to Y. Electrical analogy is also shown, which is two series keys and a bulb. And the truth table is ABY 0 0 0 0 1 equal to 0, 1 0 equal to 0, 1 1 equal to 1. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിളും ട്രൂത്ത് ടേബിളും അതുപോലെ ബൂളിയൻ ഇക്വേഷനും ഇലക്ട്രിക്കൽ അനലോഗിയുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സീരീസ് കീയുടെ ഓപ്പറേഷൻ പോലെ വരും, രണ്ട് സീരീസ് കീയുടെ സൈമിൾട്ടേനിയസ് ഓപ്പറേഷൻ പോലെ വരും നമ്മുടെ പിന്നെ ആൻഡ് ഗേറ്റിൻ്റെ പ്രവർത്തനം. അപ്പോൾ രണ്ട് കീയും ഓഫാണെങ്കിൽ അതാണ് സീറോ. ഓഫ് എന്ന് സീറോയാണ്, ഓൺ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ ബൾബ് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 എന്ന് പറയും, അത് കെട്ടിരിക്കുകയാണെങ്കിൽ 0 എന്ന് പറയും. അപ്പോൾ നോക്കി രണ്ട് കീയും ഓഫാണ്, 0 0. ബൾബ് തെളിയില്ല, അതാണ് റിസൾട്ട് 0 കിട്ടുന്നത്. ഇനി ഏതെങ്കിലും ഒരു കീ ഓഫാണ് എങ്കിലും ബൾബ് തെളിയില്ല, രണ്ടാമത്തെ കീ കറണ്ട് പാസ് ചെയ്യത്തില്ല, അതുകൊണ്ട് Y 0 ആയിരിക്കും. അങ്ങനെ 2 3. അതുപോലെ നാലാമത്തെ ആണെങ്കിൽ രണ്ട് കീ ഓണാണ്, 1 1 ആണ്. രണ്ട് കീ ഓണാണെങ്കിൽ ബൾബ് തെളിയും, അതാണ് ലാസ്റ്റ് 1 1 1. അപ്പോൾ ഇത് ഈ ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ ടേബിൾ ഓഫ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ A into B ഈക്വൽ Y എന്നുള്ള ഇക്വേഷൻ ഓർത്താൽ മതി. അതായത് A0 B0 ആണെങ്കിൽ 0 into 0 ഈക്വൽ ടു 0. അപ്പോൾ അവസാനം A1 B1 ആണെങ്കിൽ 1 into 1 ഈക്വൽ ടു 1. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ എഴുതാൻ ആ ബൂളിയൻ ഇക്വേഷൻ ഓർത്താൽ മതി. അതിനെപ്പറ്റി ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ട് ആൻഡ് ഗേറ്റിനെ കുറിച്ച്. ഫിഗർ റെപ്രസെൻറ്റ്സ് ദ ടു ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. In the truth table and Boolean equation is also given. If the output of AND gate is high, if and only if all the inputs are high. എല്ലാ ഇൻപുട്ടുകളും ഹൈ ആണെങ്കിൽ മാത്രം, 1 ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഹൈ ആകും, 1 ആകും. ഇനി ഇതൊരു ഡയോഡ് റെപ്രസെൻറ്റേഷനാണ്, ഡയോഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആൻഡ് ഗേറ്റ്. ഇപ്പോൾ രണ്ട് ഡയോഡ് നമ്മൾ തിരിച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പി റൈറ്റ് സൈഡിലാണ്, ആ P2 ഒരുമിച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ആ നെഗറ്റീവ് ബാറ് എയിലേക്കും ബിയിലേക്കും കൊടുക്കണം. രണ്ട് ഡയോഡിൻ്റെയും ഒരു പിന്നെ ലോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, താഴെ Y മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററി 5 വോൾട്ട് ഉണ്ട്, അവിടെ ആ ലോഡിൻ്റെ അവിടെ ഒരു 5 വോൾട്ട് ഉണ്ട്. അപ്പോൾ രണ്ട് ബാറ്ററി ഉപയോഗിച്ചുള്ള ഒരു സംവിധാനമാണ്. ഒരറ്റം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ രണ്ട് കീയും നമ്മൾ വെറുതെ ഇടാൻ പാടില്ല. രണ്ട് കീയും നമ്മൾ ഗ്രൗണ്ടിലേക്ക് പിടിപ്പിച്ചാൽ റിസൾട്ടില്ല, ഔട്ട്പുട്ട് 0 ആയിരിക്കും. രണ്ട് കീയും എയും ബിയും ഗ്രൗണ്ടിലേക്ക് പിടിപ്പിച്ചാൽ ഔട്ട്പുട്ട് 0 ആകും. ഇനി നേരെ മറിച്ച് A ഗ്രൗണ്ടിലേക്കും B മുകളിലോട്ട് പിടിപ്പിച്ചാലും ഔട്ട്പുട്ട് 0 ആകും, കാരണം താഴോട്ട് കണ്ടക്ട് ചെയ്ത് പോകും. രണ്ട് കീയും എയും ബിയും നമ്മൾ ആ മുകളിൽ പിടിപ്പിച്ചാൽ ഔട്ട്പുട്ട് നമുക്ക് Y ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി ഇത് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ഒരു സിമ്പലും അതിൻ്റെ ട്രൂത്ത് ടേബിളുമാണ്. ബൂളിയൻ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 3 ഇൻപുട്ട് ABC, ഔട്ട്പുട്ട് Y. അപ്പോൾ A into B into C ഈക്വൽ Y എന്നുള്ളതാണ് അതിൻ്റെ ബൂളിയൻ ഇക്വേഷൻ. ഇവിടെ 8 കോമ്പിനേഷൻ വരും. ആ 8 കോമ്പിനേഷനിലും 7 നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. അവസാനത്തിൽ മാത്രം, ലാസ്റ്റ് ജോഡിയിൽ മാത്രം ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് നോട്ട് ഗേറ്റ് ആണ്. സിമ്പിള് ഒരു ആരോ ഹെഡും ബബിളുമാണ്, അറിയാമല്ലോ. ആരോ ഹെഡും ബാറും ആണെങ്കിൽ ഡയോഡാണ്. ഇത് ആരോ ഹെഡും ബബിളുമാണ്. ആരോ ഹെഡും ബബിളും ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് നോട്ട് ഗേറ്റ്. അതിൽ ബൂളിയൻ ഇക്വേഷൻ Y is equal to A bar എന്നുള്ളതാണ്. ഇത് സിംഗിൾ ഇൻപുട്ട് ഗേറ്റ് ആണ്, ഒറ്റ ഇൻപുട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ആ ഇൻപുട്ടിൻ്റെ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുന്നതാണ്. അപ്പോൾ A ആണെങ്കിൽ A ബാർ ആകും, റിവേഴ്സ് ആക്കുന്നതാണ് അതിൻ്റെ സെൻസ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ താഴെ കാണുന്നതാണ്. A എന്നുള്ള ഇൻപുട്ട്, ഔട്ട്പുട്ട് Y is equal to A bar. A 0 ആണെങ്കിൽ Y 1 ആയിരിക്കും, A 1 ആണെങ്കിൽ Y 0 ആയിരിക്കും. അതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ അനലോഗി നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കീയിലേക്ക് ബൾബ് പിടിപ്പിക്കുകയാണ്. ആ ബൾബ്
കീയിലേക്കല്ല, കീ ബൾബിന് എക്രോസ് ആയിട്ട് ഒരു ബാറ്ററി കൊടുത്തിരിക്കുകയാണ്. ബാറ്ററി കറണ്ട് അയച്ചാൽ ബൾബ് തെളിയും, അങ്ങനെയാണ്. ബാറ്ററി കറണ്ട് അയച്ചാൽ ഇവിടെ കീ ആണ് എ എന്ന് പറയുന്നത്, ബൾബാണ് വൈ എന്ന് പറയുന്നത്. എ ഓഫ് ആണെങ്കിൽ, സീറോ ആണെങ്കിൽ കറണ്ട് വന്നിട്ട് ബൾബിലൂടെ പാസ് ചെയ്യും, ബൾബ് തെളിയും, വൈ 1 ആയിരിക്കും. നേരെ മറിച്ച് കീ ഓൺ ചെയ്താൽ കറണ്ട് ഈസി പാത്ത് ചൂസ് ചെയ്യുന്നത് കൊണ്ട് കറണ്ടെല്ലാം അതിലേ ഒഴുകും, ബൾബ് കെട്ടുപോകും. എ എന്നുള്ളത് കീ നമ്മൾ ഓൺ ആക്കിയാൽ 1 ആക്കിയാൽ ഈ ബാറ്ററി കറണ്ട് ഈസി പാത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ബൾബ് കെട്ടുപോകും, അതുകൊണ്ട് വൈ 0. അപ്പോൾ ഇതാണ് ഒരു നോട്ട് ഗേറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻവെർട്ടറിൻ്റെ, നോട്ട് ഗേറ്റിനെ വിളിക്കുന്ന പേര് ഇൻവെർട്ടറിൻ്റെ ഇലക്ട്രിക്കൽ അനലോഗി. ഫിഗർ ഷോ സിമ്പിൾ ആൻഡ് ഇലക്ട്രിക്കൽ അനലോഗി ഓഫ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് ഈസ് ആൻ ഇൻവെർട്ടർ. ഇറ്റ് ഇൻവേർട്സ് ദ സെൻസ് ഓഫ് ദി ഔട്ട്പുട്ട് with respect to the input. Its Boolean equation is also given. അടുത്ത നമ്മൾ പഠിക്കുന്നത് മറ്റൊരു ഗേറ്റ് ആണ്, എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റിൻ്റെ ഫുൾ ഫോം എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്നായി, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. അതുകൊണ്ട് ഈ എക്സോർ ഗേറ്റ് എന്ന് എഴുതും കേട്ടോ, ഈ എക്സോർ ഗേറ്റ് ഓർ ഈ എക്സോർ ഗേറ്റ്, വായിക്കുന്ന എക്സോർ ഗേറ്റ്. സിമ്പിള് ഒരു ഓർ ഗേറ്റ് സിമ്പിളാണ്, പക്ഷേ നമ്മൾ പിന്നെ ബിഗിനിങ്ങിൽ 2 ലൈൻ കൊടുക്കണം. 2 ലൈൻ കൊടുത്ത് വരയ്ക്കുന്ന ഒരു ഓർ ഗേറ്റ് സിമ്പിളാണ് എക്സോർ ഗേറ്റിൻ്റെ സിമ്പിൾ. അതിൻ്റെ ബൂളിയൻ ഇക്വേഷൻ y = a b bar plus a bar b ആണ്. a b bar plus a bar b. അത് എഴുതുന്ന രീതിയാണ് a പ്ലസ് റൗണ്ട് ചെയ്യണം, റൗണ്ട് പ്ലസ് ബി. അപ്പോൾ a റൗണ്ട് പ്ലസ് ബി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻസ് മനസ്സിലാകത്തില്ല. ഐഡിയ ശരിക്കും കിട്ടണമെങ്കിൽ മുകളിലത്തെ ഇക്വേഷൻ തന്നെ അത് പഠിക്കണം. y = a bar b, a b bar plus a bar b എന്നുള്ളത്. അതിന് ട്രൂത്ത് ടേബിളാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2 ഇൻപുട്ട് സെയിം ആണെങ്കിൽ, 0 ആണെങ്കിൽ അല്ലെങ്കിൽ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഇൻപുട്ട് മറിഞ്ഞു വന്നാൽ നമുക്ക് ഹൈ ഔട്ട്പുട്ട് കിട്ടും. അതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആക്ഷൻ. അതിനെക്കുറിച്ചുള്ള ഒരു സെൻറ്റൻസ് വായിച്ച് പഠിക്കേണ്ടത് ഇതാണ്. The output of a 2-input XOR gate assumes high state if one and only one input assumes high state. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ സ്റ്റേറ്റ് ആകുകയാണെങ്കിൽ, 1 ആകുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ലോ ആണെങ്കിലും 2 ഹൈ ആണെങ്കിലും ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. The symbol and truth table of XOR gate are also given above. ഇനി 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദി ബൂളിയൻ ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഡി ഓഫ് ദി ഫിഗർ ബിലോ. ഇവാലുവേറ്റ് ഡി വെൻ a = 0, b = 1, c = 1. ഒരു കേസാണ്. അടുത്ത കേസ് a = 1, b = 1, c = 1. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ്. ഇത്തരം ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പടം സഹിതമാണ്, ചിത്രസഹിതമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യം ഒരു ആൻഡ് ഗേറ്റ്, രണ്ടാമതൊരു ഓർ ഗേറ്റ് പിടിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് a × b ആയിരിക്കും. അത് വന്നിട്ട് c ആയിട്ട് ആഡ് ചെയ്തിട്ട് ഓർ ഗേറ്റ് നമുക്ക് റിസൾട്ട് തരും. അപ്പോൾ റിസൾട്ട് d എന്ന് പറയുന്നത് ab + c ആയിരിക്കും. ആൻഡ് ഗേറ്റിൻ്റെ a bയും പിന്നെ ഓർ ഗേറ്റ് a bയും c കൂടി കൂട്ടി ab + c. അപ്പോൾ അവിടെ ആദ്യത്തെ കേസിൽ ഇൻപുട്ട് a 0 ആണ്, b c 1 ആണ്. അപ്പോൾ ഉത്തരം നമുക്ക് 1 ആയിട്ട് മാറും, ഈ കാണുന്ന പോലെ. രണ്ടാമത്തെ കേസിൽ 3 1 ആണ്. അപ്പോൾ 1 × 1 + 1, അത് 1 ആയിട്ട് തരും. അപ്പോൾ ആൻസറാണ് നമ്മളിവിടെ പടം സഹിതം വരച്ചിരിക്കുന്നത്. അടുത്ത കേസ് ഇത് തന്നെ ഒന്ന് മറിച്ചെഴുതിയാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതാണ്. അതായത് നോക്കി, ആദ്യം ഒരു ഓർ ഗേറ്റ് കൊടുത്തു, പിന്നെ ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തു. ഔട്ട്പുട്ട് ഡി ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ? ഓർ ഗേറ്റ് a + b തരും. അതും സിയും കൂടി ആൻഡ് ഗേറ്റ് ഗുണിക്കും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ a + b × c ആയിരിക്കും. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട്? ഒന്നാമത്തെ കേസ് വെൻ a = 0, b = 1, c = 1. സെക്കൻഡ് കേസ് വെൻ a = 1, b = 1, c = 0. തേർഡ് കേസ് വെൻ a = 0, b = 0, c = 1. അപ്പോൾ ഉത്തരം ഒന്നാമത്തെ കേസിൽ ആ വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിൽ 0 എന്ന് കിട്ടും. മൂന്നാമത്തെ കേസിലും 0 എന്ന് കിട്ടും. അതാണ് റിസൾട്ട്. പിന്നെ ഈ ഒരു ചിത്രത്തിൽ എന്താണ് ഔട്ട്പുട്ട് നോക്കുക. ഇവിടെ ഒരു 3 ആൻഡ് ഗേറ്റ്
ആ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്തിരിക്കുകയാണ് എന്താണ് ബൂളിയൻ ഇക്വേഷൻ എന്നുള്ളത്. എയും ബിയും സിയും ഡിയും 1 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും പറയണം. ആണ് ഔട്ട്പുട്ട്. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് എ ഇൻറ്റു ബി തരും, രണ്ടാമത്തത് എ ബി ഇൻറ്റു സി തരും, മൂന്നാമത്തെ എ ബി സി ഇൻറ്റു ഡി തരും. ഔട്ട്പുട്ട് എ ബി സി ഡി ആയിരിക്കും. 3 ഇൻപുട്ട് 1 ആണെങ്കിൽ എന്നുള്ളത് നമുക്ക് 1 കിട്ടും. അടുത്തത് ഇവാലുവേറ്റ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. ഇവാലുവേറ്റ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. ഇതിക്കാണ് ഡയഗ്രാം. ഒരു നോട്ട് ഗേറ്റ്, പിന്നെ ഒരു ഓർ ഗേറ്റ്. നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്. അപ്പോൾ നോട്ട് ഗേറ്റ് എ ബാർ തരും, ഓർ ഗേറ്റ് എ ബാറും ബിയും കൂടി ആഡ് ചെയ്യും. വൈ ഇസ് എ ബാർ പ്ലസ് ബി. അതാണ് ഉത്തരം. അടുത്ത സർക്യൂട്ട് ഇവാലുവേറ്റ് സി ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. അപ്പോൾ ആദ്യം 2 നോട്ട് ഗേറ്റ്, പിന്നെ ഒരു ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ നോട്ട് ഗേറ്റ് ഒന്നാമത്തെ എ ബാർ, രണ്ടാമത്തെ ബി ബാർ തരും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് തരും. അപ്പോൾ ഈ കാണുന്ന ആദ്യ പടം ഉണ്ടല്ലോ, 2 നോട്ട് ഗേറ്റും പിന്നെ ഒരു ആൻഡ് ഗേറ്റും, അതിന് പകരം വരക്കുന്ന രീതിയാണ് രണ്ടാമത്തെ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ കൂടെ 2 നോട്ട് ഗേറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് 2 നോട്ട് ഗേറ്റിന് പോലെ 2 ബബിൾ ചേർത്താൽ മതി. ബബിൾ ചേർത്ത് വരക്കുന്നത് നോട്ട് ഗേറ്റ് പിടിപ്പിച്ചതിന് തുല്യമായ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അങ്ങനെ വരക്കാം. 2 പടം ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഉത്തരം എന്താണ്? സി ഈസ് എ ബാർ ഇൻറ്റു ബി ബാർ. പിന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ ഗേറ്റാണ്. അത് നമ്മൾ ക്ലാസ് നമ്പർ 16 പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.